സോ നമ്മുടെ പെൻ ഡ്രൈവ് പ്ലഗ് ചെയ്തു സ്വിച്ച് ഇടാം. സോ ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു പെൻ ഡ്രൈവ് നമ്മുടെ ചാർജിങ് അഡാപ്റ്റേഴ്സിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ പ്ലഗിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നാണ്. അതായത് നമ്മുടെ ഈ ഒരു ചാർജർ അടിച്ചു പോവോ, അല്ലെങ്കിൽ പെൻ ഡ്രൈവ് അടിച്ചു പോവോ, അല്ലെങ്കിൽ പെൻ ഡ്രൈവിലത്തെ ഫയൽസൊക്കെ കറക്റ്റ് ആവാനും സാധ്യതയുണ്ട്. സോ എന്ത് സംഭവിക്കും എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ നമുക്കാണ് നോക്കാം. ബ്ലൂ. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് കറണ്ട് വരുന്നുണ്ടെന്ന് കാണിച്ചു തരാനായിട്ട് ഞാനിവിടെ ഒരു ഇയർബഡ്സ് എടുത്തിട്ടുണ്ട്. സോ ഇതിൽ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. സോ അപ്പോൾ ഈ ഒരു വയറിൽ കറണ്ട് വരുന്നുണ്ട്. സോ ഇനി നമുക്ക് പെൻ ഡ്രൈവ് ഒന്ന് കണക്ട് ചെയ്യാം. സോ ഇനി നമുക്ക് സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യാം. കാണില്ല ഗൈസ്, അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. സോ നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഈ ഒരു പെൻ ഡ്രൈവ് ഇത്രയും നേരം വെച്ചിട്ടുണ്ട്, ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ എന്തുകൊണ്ടാണ് സംഭവിക്കാത്തത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെൻ ഡ്രൈവ് നോക്കുകയാണെങ്കിൽ ഈ ഒരു കണക്റ്റിങ്ങിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ നമുക്ക് 4 മെറ്റൽ പിൻസ് കാണാനായിട്ട് സാധിക്കും. സോ 4 മെറ്റൽ പിൻസ് വെച്ച് കഴിഞ്ഞാൽ 2 പവർ കൊടുക്കാനും 2 ഡാറ്റയുടെയാണ് ഉള്ളത്. സോ നമുക്ക് ഈ ഒരു പെൻ ഡ്രൈവ് നമ്മുടെ ഈ ഒരു അഡാപ്റ്റേഴ്സിൽ കുത്തിക്കഴിഞ്ഞാൽ ഈ ഒരു അഡാപ്റ്ററിൽ വരുന്നത് ആകെ 2 ആ ഒരു മെറ്റൽ പിൻസേ ഉണ്ടാവുള്ളൂ. അതായത് പവർ കൊടുക്കാൻ മാത്രമേ ആ ഒരു മെറ്റൽ പിൻസ് ഉണ്ടാവുള്ളൂ. നമ്മൾ ഈ ഒരു പെൻ ഡ്രൈവ് നമ്മുടെ കറണ്ടിൽ കുത്തിക്കഴിഞ്ഞാൽ നല്ലപോലെ ചൂടാവുന്നത് കാണാനായിട്ട് സാധിക്കും. സോ അത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പവർ റെഗുലേറ്റിംഗ് ചിപ്പ് നല്ലപോലെ ചൂടാവുന്നതാണ്. സോ അപ്പോൾ നമ്മുടെ ഈ ലോക്കൽ പെൻ ഡ്രൈവേഴ്സ് ആണെങ്കിൽ ഈ ഒരു പവർ റെഗുലേറ്റിംഗ് ചിപ്പ് അടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഓവറായിട്ട് ഈ കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഒരു ചിപ്പ് അടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പുതിയതായ ഒരു ബ്രാൻഡഡ് പെൻ ഡ്രൈവ് ആണെങ്കിൽ ഈ ഒരു കുറച്ച് കൂടുതൽ പവർ പോയി കഴിഞ്ഞാലും, അതായത് കുറച്ച് കൂടുതൽ പവർ ഈ ഒരു പെൻ ഡ്രൈവ് വന്നു കഴിഞ്ഞാലും അതിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള ചിപ്പ് ഈ ബ്രാൻഡഡ് ആയിട്ടുള്ള പെൻ ഡ്രൈവിൽ ഉണ്ടാവും. ആൻഡ് നമ്മുടെ ഈ ഒരു അഡാപ്റ്റേഴ്സിൽ ഡാറ്റയുടെ ഒരു സംഭവം ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പെൻ ഡ്രൈവിലത്തെ ഡാറ്റ എന്തായാലും സേഫായിട്ട് തന്നെ ഇരിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ നല്ല വീഡിയോ വീണ്ടും കാണാം. സോ ബൈ.